നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 590 590. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 590. 87 സർഗം ഗോപികളുടെ കൃഷ്ണഗീതാ കഥനം എന്ന ഭാഗത്തിൽ 27ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. പാൽപുഞ്ചിരി പൊഴിച്ചൊന്നു കടാക്ഷിച്ചെഴുന്നള്ളവേ കോരിത്തരിച്ചു നാം എങ്ങാണെന്ന് പോലും മറക്കയാം. നമ്മൾ എവിടെയാണെന്ന് കൂടി നമ്മൾക്ക് ഓർമ്മയില്ല, നമ്മൾ മറക്കണു. കാരണം എന്താ, ഈശ്വരനിൽ മനസ്സർപ്പിച്ചവർക്ക് പിന്നെ വേറെ അബൌട്ട്സ് എവിടെയാണ് എന്താണെന്നുള്ള ധാരണ ആവശ്യമില്ല. ഭഗവാൻ നോക്കിക്കോളും. ആ ഒരു ഉത്തരവാദിത്വം ഭഗവാനുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഭഗവാന്റെ പാദകമലത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ 28ാമത്തെ ശ്ലോകമാണ് ഇപ്പം ഇന്ന് തുടങ്ങേണ്ടത്. നോക്കുക. പൈക്കൾ തന്നടയാളത്തിൽ മണി നോക്കി മഹാമതി തോഴൻ്റെ ചുമലിൽ തൃക്കൈ വെച്ചു വേണുവിലൂതവേ. ഒരവസ്ഥ. പൈക്കൾ തന്നടയാളത്തിൽ മണി നോക്കി മഹാമതി. അതായത് പൈക്കൾ തന്നടയാളം ഓരോരുത്തരുടെ മണിയിലുള്ള ശബ്ദത്തിൻ്റെ വ്യത്യാസം ഭഗവാന് മനസ്സിലാവുന്ന. ഗംഗ, യമുന, കാവേരി ഇങ്ങനെ പല പശുക്കളുണ്ട്. അതിൽക്കൊക്കെ ഓരോ മണിയുണ്ട്. ആ മണികളുടെ നാദത്തിൽ നിന്ന് ഇത് കാവേരിയുടെയാണോ യമുനയുടേതാണല്ലോ നർമ്മദയിലത്തെ ആണെന്നൊക്കെ ഭഗവാൻ പറയും. തോഴൻ്റെ ചുമലിൽ തൃക്കൈ, ഒരു കയ്യെ ഭഗവാൻ തൻ്റെ ചങ്ങാതിയുടെ ഉറ്റ ചങ്ങാതിയുടെ തോളത്തിങ്ങനെ വെച്ചു വേണുവിലൂതവേ. വേണുഗാനം പൊഴിക്കുമ്പോൾ സർവം വെടിഞ്ഞോടി വന്നു കൃഷ്ണപത്നികൾ പേടകൾ ഗോപിമാർ പോലെ കൃഷ്ണൻ്റെ അരികിൽ തന്നെ നിൽക്കയാം. സർവം വെടിഞ്ഞ് ഓടി വന്നു. പശുക്കൾ പുല്ല് തിന്നുന്നതൊക്കെ നിർത്തി ഓടി വന്നു. കൃഷ്ണപത്നികൾ പേടകൾ. കൃഷ്ണപത്നികൾ പേടകൾ എന്ന് പറഞ്ഞ അർത്ഥം പശുക്കളെന്നർത്ഥം. അത്രയേ ഉള്ളൂ. കൃഷ്ണപത്നികൾ പേടകൾ ഗോപിമാർ പോലെ കൃഷ്ണൻ്റെ അരികിൽ തന്നെ നിൽക്കയാം. ഗോപസ്ത്രീകൾ എങ്ങനെ ഭഗവാന് മുട്ടി ഒരുമ്മി നിൽക്കണത്, അതേപോലെ ഭഗവാന്റെ വേണുനാദം കേട്ടപ്പോൾ കാമരാക്ഷമന്ത്രം, കാമനകളെ ഇല്ലാതെ കണ്ടാക്കുന്നതാണ്. ആ മന്ത്രം ഹ്രീം കേട്ടപ്പോൾ എല്ലാ പശുക്കളും വന്ന് ഭഗവാനെ മുട്ടിയൊരുമി നിന്നു. മുല്ലപ്പൂമാലയും ചൂടി യശോദേ സഖിമാരോടും കാളന്തിയാറ്റിൽ കരയിൽ കളിക്കും നിൻ കുമാരനെ. ഈ തോഴിമാർ ശ്രീകൃഷ്ണ ഗീത കഥനം കഥ യശോദമ്മയ്ക്ക് പറഞ്ഞു കേൾക്കുകയാണ്. മുല്ലപ്പൂമാലയും ചൂടി യശോദേ സഖിമാരോടും കാളിന്തിയാറ്റിൻ കരയിൽ കളിക്കും നിൻ കുമാരനെ. ചന്ദനത്തൂമണം പൂണ്ട വാർമണി തന്നൽ മെല്ലവേ വീശുന്നു വിണ്ണിൽ വിണ്ണോരും സേവിപ്പൂ വാദ്യഗീതിയാൽ വാദ്യം ഗീതം ഇവകളെ കൊണ്ട് ദേവലോകത്തെ നാരിമാർ ഭഗവാനെ സ്തുതിക്കണം. കുന്നിൻ പൂമ്പട്ടു ഉടയാൽ ഗോകുലം കാത്ത കേശവൻ. കുന്നാകുന്ന ഗോവർദ്ധന പർവ്വതമാകുന്ന കുന്നിനെ എടുത്ത് ഉയർത്തിയ ഭഗവാൻ ഒരു കുട പിടിച്ച പോലെ പീലിക്കിരീടവും മുത്തുമാലയും മിന്നിയങ്ങിനെ. ഭഗവാന്റെ പീലിക്കിരീടവും മുത്തുമാലയും മിന്നി അങ്ങിനെ അതാ വരുന്നു വൃദ്ധന്മാർ മുമ്പിൽ തൊഴുതു നിൽക്കയാം. അതാ വരുന്നു എൻ്റെ ഓമന പുന്നാര മകൻ. കണ്ടില്ലേ, നാട്യം കണ്ടില്ലേ? വയസ്സന്മാരെ കാണുമ്പോൾ തൊഴുത് കയ്യോട് കൂടിയിട്ട്. എന്താ അത് ഇത്ര വിനയോ? എന്നാൽ ഞങ്ങളുടെ അടുത്തോ ഓരോ കൂസലില്ലാതെ കണ്ട് കുസൃതിത്തരങ്ങൾ, ഞങ്ങൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ചോദിക്കാണ്ട് എടുത്ത് കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻ്റാണ് പറഞ്ഞത്.
അതാ വരുന്നു വൃദ്ധന്മാർ മുമ്പിൽ തൊഴുതു നിൽക്കയാം. ഈ ഒരു ഗുണപാഠം നമ്മൾക്ക് വേണം. ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഏജ്, നമ്മുടെ പ്രായ വ്യത്യാസമില്ലാതെ കണ്ട് നമ്മളെക്കാൾ പ്രായം ചെന്നവരെ കാണുമ്പോൾ ഹായ് കാക്കാജി കൈസാ ഹേ, അല്ലെങ്കിൽ എന്താ ജ്യേഷ്ഠ സുഖല്ലേ, അല്ലെങ്കിൽ എന്താ അങ്കിളെ സുഖല്ലേ, എന്താ ചോദിച്ച കുഴപ്പം? അത് എന്തുമാത്രം ഗുണം ചെയ്യുന്നറിയോ? നിങ്ങൾ 10 ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് 100 ആൾ ചോദിക്കുന്നുള്ള ഉറപ്പാണ്. 10 മേനി ജാസ്തി കിട്ടും. നമ്മൾ 10 ആളോട് സുഖസൗകര്യങ്ങൾ ചോദിച്ചാൽ 100 ആൾ നമ്മളോട് ചോദിക്കും. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു 2 ക്ഷേത്രങ്ങൾ കാണാമെന്നുള്ളത്. ഏതാ അത്? ഒന്ന് ഞെരളത്ത് ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം, ഒരു 34 കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. എന്താ അതിൻ്റെ പ്രാധാന്യം ചോദിച്ചാൽ, ഞെരളത്ത് പുതുവാട്ടിൽ ഒരു പൊതുവാൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്കേൽ നല്ല ജ്ഞാനം, ചെണ്ടയിൽ അതിലേറെ, ഇടയ്ക്കേൽ അതിലേറെ, അങ്ങനെ. പക്ഷേ ചെറിയൊരു നൊസ് വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതൊരു കഥ തന്നെയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതായത് കുരുവമ്പലത്ത് ഒരു മനക്കിൽ, പുളിക്കീഴ് മനയിൽ നല്ല പ്രതാപത്തിൽ കഴിയുമ്പോൾ അവരുടെ തേവാരമൂർത്തിനെ ദിവസേന 2 നേരം നിവേദ്യമൊക്കെ വെച്ച് അവർ ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നാൽ അവിടെ കൊട്ടിപ്പാടി സേവൊക്കെ മനക്കിൽ. അപ്പോൾ അന്ന് അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. ഒരു 25 ഉറുപ്പ്യ ദക്ഷിണ കൊടുത്തു എന്നാ. ഒരു 10-30 വർഷം മുമ്പത്തെ കഥയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം റോട്ടിൽ പോയി നോക്കുമ്പോൾ 25 ഉറുപ്പ്യ ഉണ്ട്. ഇദ്ദേഹം മടങ്ങി വന്നു. എന്താ മടങ്ങി വന്നത്? ഇന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. എന്തേ? അല്ല, 4-5 ദിവസം ഇവിടെ കൊട്ടിപ്പാടി സേവ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്തതിന് 25 ഉറുപ്പ്യ. അപ്പോൾ അദ്ദേഹം ഒരു 5 ഉറുപ്പ്യ മതിയെന്നാ അദ്ദേഹത്തിന് ഫീസ് അന്നത്തെ കാലത്ത്. 5 ഉറുപ്പ്യ ധാരാളമായിന്നാ. അപ്പോൾ ഒരാളുടെയും പൈസ, എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും, അദ്ദേഹം ഔദാര്യമായിട്ട് വാങ്ങില്ല. ചെയ്യണ കർമ്മത്തിൻ്റെ മൂല്യമേ അദ്ദേഹം വാങ്ങുള്ളൂ. അതൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ പട്ടാമ്പിയിൽ ഞങ്ങൾ ഈ പടിഞ്ഞാറേമഠം ദേവസ്വം നടത്തുന്ന സമയത്ത് ഇദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ തിരുവാതാംകുന്നിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ളൊരു അനുകമ്പ. പിന്നെ എൻ്റെ ഉദ്ദേശം ക്ഷേത്രങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ സഞ്ചരിച്ച മൺപാതയിൽ കൂടെ അല്ലെങ്കിൽ മൺതരികളെ നമ്മളും ചവിട്ടി പോവുക, ഒന്ന് തൊട്ട് തലയിൽ വയ്ക്കുക. ഇപ്പോൾ ഈശ്വരോപാസനയ്ക്ക് ഞാനൊരു വേദാന്തിഷ്ട എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഹൃദയകമലത്തിലുള്ള ചൈതന്യമാണ് എല്ലാവരിലും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പോൾ ഞാൻ അവിടെ പോയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതാണ് എൻ്റെ ഉദ്ദേശം പരമശയിലേ. അങ്ങനെ അവിടെ പോയി ഒരാൾ ചോദിച്ചു എവിടുന്നാ എന്താ? അപ്പോൾ നമ്മൾ ഒരു പുതിയ ആളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മിസ്സീസും ഉണ്ട്, കൂടെ ഡ്രൈവറും ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റിൽ എല്ലാ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങണം. സ്റ്റെപ്സ് ഇറങ്ങുമ്പോഴേക്കും ഒരാൾ എല്ലാവരോടും പറയുകയാണ് ഇദ്ദേഹം വലിയ യൂട്യൂബറാണ്, വലിയ പ്രഭാഷകനാണ്, 10,000-3000 പ്രഭാഷണമുണ്ട് യൂട്യൂബിൽ എന്നുള്ളത്. എനിക്കുണ്ടായൊരു സന്തോഷം. എനിക്കത് റീച്ചാവും വേണ്ട, അല്ലെങ്കിൽ അതിന്നൊരു ഒരു 10 പൈസ വരുമാനം ഇല്ലെങ്കിലും എൻ്റെ പ്രവൃത്തിക്കൊരു മൂല്യം ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് അദ്ദേഹം കമൻ്റ് എഴുതാത്ത ഒരാളും അല്ലേ. പിന്നെ അദ്ദേഹം അവിടെയുള്ള എഴുത്തുകാരനോട് പറഞ്ഞു, വരുന്നവരോടൊക്കെ പറഞ്ഞു. അമ്പലത്തിൻ്റെ ഉള്ളിൽ കടന്നു, ഞാൻ തൊഴുതു. വലിയ ക്ഷേത്രമാണ്, ഒരു ആർഭാടവും ഇല്ലാത്തൊരു ക്ഷേത്രം. അതാണ്, ഉത്സവമൊന്നുമില്ല, ഒരു നിർമ്മാലട്ടേ ഉള്ളൂ. ശ്രീരാമനാണ് പിന്നെ പ്രധാന ഡയറ്റി. പിന്നിൽ അതിഗംഭീരമായിട്ടൊരു കുളം, എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതിഗംഭീരമായിട്ടൊരു കുളം. എല്ലാവരും, സ്ത്രീകളൊരു പിന്നെ കടവിൽ, പുരുഷന്മാരൊരു കടവിൽ കുളിക്കുന്നത് ശരിക്കും നാടൻ രീതി. പ്രസാദമൊക്കെ തന്നു. പിന്നെ പുറത്ത് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ നാട്ടുകാരി ഒരു നമ്പീശൻ കുട്ടി സ്ത്രീ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 73 പട്ടാമ്പി വിട്ടു, 75 ബോംബെക്ക് പോയി, നാട്ടിലുള്ളവരെ മുഴുവൻ അറിഞ്ഞോളന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി കുളിച്ച് തൊഴുതിട്ട് വരുള്ളൂ.
അപ്പോൾ അവൾ ടീച്ചറാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് എന്നെ കണ്ട ഓർമ്മയുണ്ടോ? ഇല്ല. നാണിക്കുട്ടിയമ്മ, പന്തല്ലൂർ നാണിക്കുട്ടിയമ്മയുടെ മകൻ രാജഗോപാൽ. ഓ, സപ്താഹം വായിക്കുന്ന ആൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിവിടെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ വീട്ടിലേക്ക് വരും, ചായ കുടിച്ചിട്ട് പോകാതായി. അല്ല, ഇനിയൊരു ദിവസം വേറെ ദിവസം വരാം, ഞായറാഴ്ച ദിവസം വരാം, എപ്പോഴെങ്കിലും വരാം, മിസ്റ്ററിനെ കാണാം, കുട്ടികളെ കാണാം, ഞാൻ വരാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. അത് കഴിഞ്ഞ് കാറ് കയറുന്ന സമയത്ത് കുറച്ച് ഒരു സമപ്രായക്കാരൻ വേണമെങ്കിൽ പറയാം, കുളിച്ച് വരിക. ആരാ എന്താ ചോദിച്ചു, കണ്ണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ അദ്ദേഹം ഈ ഇപ്പോഴത്തെ മലബാർ ദേവസ്വം ബോർഡ്, അതിൻ്റെ മുമ്പ് HRNC മുതൽക്ക് അദ്ദേഹം ജോലി എടുക്കുന്നുണ്ട് ദേവസ്വത്തിൽ. പല ക്ഷേത്രങ്ങളിൽ അദ്ദേഹം മാനേജറായിരുന്നു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പേര് കേട്ട ഒരു മദ്ദള പ്രമാണിയായിരുന്നു അത്ര. അപ്പോൾ ആ ഓർമ്മയ്ക്ക് വേണ്ടി ഉച്ചപൂജയ്ക്കൊരു കൂട്ടിക്കൂട്ടുണ്ട്, ചണ്ടിയും വെള്ളത്താളും മദ്ദളും ഒക്കെ. അപ്പോൾ അതിന് തയ്യാറെടുത്തിട്ടേ വരുള്ളൂ മൂപ്പര്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കുക. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു, പിരിഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്, അവരവർ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിനെ ബഹുമാനിക്കുന്ന ആൾക്കാർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ എന്താ പറയുക, കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു 30 മിനിറ്റ്സ്. അപ്പോൾ ഞാൻ ഷർട്ട് ഇടാൻ പോയില്ല, പിന്നെ അവിടെ പോയാൽ ആദ്യം ഊരണ്ടേ, ഒരു വേസ്റ്റൊക്കെ ഇട്ട് ഒരു പകുതി ഇൻബിറ്റ്വീൻ ഒരു മുക്കാ ഭാഗപ്പുണ്ട് തിരുവളയാനാട് ദേവീക്ഷേത്രം, ഗംഭീര ക്ഷേത്രം. ഞാൻ ഇന്നലെ ഒരാൾ എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയി തൊഴുതു, പിന്നെ കരിമ്പുഴയിൽ പോയി തൊഴുതു, എന്നിട്ട് വീട്ടിലെത്തി. അപ്പോൾ അവിടെ കാണുന്നവരോടൊക്കെ ഞാൻ ഈ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെന്തിനാണ് പറയാതെ ഇരിക്കുന്നത്. അപ്പം ഇത് പറയാൻ കാരണം എന്താ ഉണ്ടായത്, വൃദ്ധന്മാർ മുമ്പിൽ തൊഴുതു നിൽക്കയാം. അപ്പോൾ എന്നേക്കാൾ വയസ്സായിട്ടുള്ളവരെ കാണുമ്പോൾ ഞാൻ തൊഴും. എന്നേക്കാൾ സമപ്രായക്കാർ അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ളവരോട് ഞാൻ തലനാട്ട് കണ്ടു നടിക്കും, ഒന്ന് ചിരിക്കും. അവരിങ്ങോട്ട് ചിരിച്ചില്ല, എനിക്കൊരു ഒരു വിഷയമല്ല. ചിലപ്പോൾ എൻ്റെ മിസ്സിസ് എന്നെ കളിയാക്കും, ചിരിച്ചു, അങ്ങോട്ട് ചിരിച്ചില്ല അല്ലേ ചോദിക്കേണ്ടരുത്. ഓ ശരി, ചിരിച്ചില്ല, ശരി ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണം, അപ്പോഴാണ് നമ്മൾക്കും തിരിച്ചു കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വിയർപ്പ് കൊണ്ടു മിന്നുന്ന നോക്കും ശ്രീമുഖം എത്രയും. ഭഗവാൻ പശുക്കളെയൊക്കെ ആട്ടിയിട്ട് വരുമ്പോൾ വിയർപ്പ് കൊണ്ട് മിന്നുന്നു നോക്കൂ ശ്രീമുഖം എത്രയും. കണ്ടില്ലേ ഓമന മകൻ്റെ മുഖം, വിയർപ്പതുകൊണ്ട് മിന്നി വെട്ടിത്തളങ്ങണം. നമ്മൾ തൻ കൃഷ്ണൻ അണിയും മുല്ലമായ്ക്കും മാവിധം ചെമ്മണ്ണു പോലും പരമശോഭയാണല്ലോ സഖീ. ഇനി എന്താ വേണ്ടത്, നമ്മൾ തൻ കൃഷ്ണൻ, നമ്മുടെ കൃഷ്ണനാ, നമ്മൾ തൻ കൃഷ്ണനണിയും മുല്ലമാലയ്ക്കും ആ വിധം തന്നെ എന്തുണ്ട്, ഐശ്വര്യമുണ്ട്. മാത്രമല്ല ചെമ്മണ്ണു പോലും പരമശോഭയാണല്ലയോ സഖി. പശുക്കളുടെ കുളമ്പിൽ നിന്ന് ഉതിരുന്ന നല്ല ചുവന്ന മണ്ണിൻ്റെ പൊടി ഈ വേർപ്പിൽ പറ്റി നിൽക്കുമ്പോൾ ആ മൺപൊടിക്ക് എന്തുണ്ട്, ഒരു ശോഭയുണ്ട് എന്നാ കവിഭാഷ. മനസ്സിലായില്ലേ? കൂട്ടുകാരൊത്തു കുഴലും വിളിച്ചാട്ടി പശുക്കളെ, കൂട്ടുകാരൊത്ത് കുഴലും വിളിച്ച് ആട്ടി പശുക്കളെ, നക്ഷത്രങ്ങളോടും പൂർണ്ണചന്ദ്രൻ എന്നതുപോലവേ. പൂർണ്ണചന്ദ്രനുണ്ട്, അതിൻ്റെ 4 പേരും നക്ഷത്രങ്ങളുള്ളതുപോലെ പശുക്കളാകുന്ന നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനാകുന്ന ഭഗവാനും. ഇത് കറുത്തചന്ദ്രനാണെന്ന് മാത്രം, വെളുത്തിട്ട് അല്ലേ, പാൽപുഞ്ചിരിയോട് കൂടിയിട്ടെന്നാണ് എപ്പോഴും പറയാം. കണ്ണിന്നു പരമാനന്ദം വർഷിച്ചിടും മഹോത്സവം. ശ്രീകൃഷ്ണ ബിംബങ്ങളെ ആരാധിക്കുക, കേശാദിപാദം പാദാദികേശം നോക്കി ധ്യാനിക്കുക. അപ്പം എന്താ സംഭവിക്കുക, കണ്ണിന്നു പരമാനന്ദം വർഷിച്ചിടും മഹോത്സവം. ഇതാ നമുക്ക് അടുത്തെത്തി രാജകുമാരകൻ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഇതാ വന്നെത്തി. ആരെ? വ്രജരാജകുമാരകൻ. ഇനി എന്താ വേണ്ടത്, ഈ വണ്ണം അവർ അത്യന്തമധുരം കൃഷ്ണലീലകൾ പാടിയേ പകൽ ഓരോന്നും മിന്നിച്ചാർ അതിധന്യകൾ. എന്താണ്? ഈ വണ്ണം അവർ അത്യന്തമധുരം
കൃഷ്ണലീലകൾ പാടിയേ പകലോരോന്നും മിന്നിച്ചാർ അതിധന്യകൾ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാഖാണ്ഡേ സപ്താശീതിതമ സർഗാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞപ്പോൾ 88-ാം സർഗം അരിഷ്ടാസുരവധം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. അന്തിക്ക് അരിഷ്ടനെന്ന് എങ്ങും പേർ പൂണ്ട വൃഷഭാസുരൻ ഒരു കാളക്കൂറ്റനായിട്ട് വന്നു. അണഞ്ഞാനന്നും കംസന്റെ മുമ്പിൽ വാലാട്ടി നിൽപ്പവൻ. അന്തിക്ക് അരിഷ്ടൻ എന്ന് എങ്ങും പേർ പൂണ്ട വൃഷഭാസുരൻ അണഞ്ഞാനന്നും കംസന്റെ മുമ്പിൽ വാലാട്ടി നിൽപ്പവൻ. അദ്ദേഹം അവതാരം താനെന്നു പോലും ഖതിപ്പവൻ. ആത്മാഭിമാനമാം മട്ടിൽ ആകെ കെട്ടു നശിച്ചവൻ. ദേവർഷിയോടും ഒരു നാൾ എഴുന്നേൽപ്പാനുരച്ചവൻ. കണ്ടാമൃഗത്തിനേക്കാളും തടിച്ചേറെ കൊഴുത്തവൻ. അയാൾ ആ അരിഷ്ടാസുരൻ്റെ ശരീരപ്രകൃതിയാണ് പറഞ്ഞത്. ദേവർഷിയോടും ഒരു നാൾ എഴുന്നേൽപ്പാനുരച്ചവൻ. എന്താ ദേവർഷിയാണെങ്കിലും നീട്ടു നിൽക്കണം കംസൻ്റെ മുമ്പിൽ എന്നൊക്കെ പറയണ്ടായി. ഈ അമിതമായ രാജഭക്തി അപകട. അപ്പോൾ കണ്ടാമൃഗത്തിനേക്കാളും തടിച്ചേറെ കൊഴുത്ത്. കണ്ടാമൃഗമാണ് നല്ല തടിച്ചു കൊടുത്തിട്ടുണ്ടാവുക. അതിനേക്കാൾ കൊഴുപ്പുണ്ട് അരിഷ്ടാസുരന്. വട്ടക്കണ്ണും പെരും കൊമ്പും കൂറ്റൻ മുഖവുമാർന്നവൻ. കാട്ടാനകളെയും കണ്ടാൽ കയർത്തിയിടും ഭയങ്കരൻ. ഒരു കാളയായിട്ട് കൂടി ആനയോടുകൂടി മത്സരിക്കാൻ തയ്യാറാണ് അയാൾ. അത്രയും ക്രൂരനാണെന്നർത്ഥം. കുന്നെതിർ പൂഞ്ഞയാൽ കുന്ന് ആ കാളക്കൂറ്റിൻ്റെ പൂഞ്ഞ് ആ എന്താണെന്ന് പറയുക, തലയ്ക്ക് മീതെ ഉണ്ടാവുന്ന ആ ഉയർന്ന സ്ഥലം, ആ മുൻകൈയിൻ്റെ മേലെ അത് ഈ പൂഞ്ഞുണ്ടാവുക. അത് കണ്ടാൽ തന്നെ ഒരു കുന്നാണെന്ന് തോന്നും, അത്രയും വലുത്. അപ്പോൾ പറഞ്ഞു കുന്നെതിർ പൂഞ്ഞയാൽ മേഘഭക്തിയെ തട്ടി നീക്കുവൻ. തൻ്റെ പൂഞ്ഞുകൊണ്ട് മേഘങ്ങളെ തട്ടിക്കളിക്കുന്നവെന്നർത്ഥം. അപ്പോൾ അത്രയും ഉയരമുള്ളവെന്നർത്ഥം പറയാം. കാളക്കൂട്ടങ്ങളെ പേടിച്ചോടും കാർമുകിൽ വർണ്ണനെ. കാളക്കൂട്ടങ്ങളെ പേടിച്ചോടും കാർമുകിൽ വർണ്ണനെ. ഭഗവാൻ നടിക്കുകയാണ്. ഭഗവാൻ ആരോടൊരു ഭയമില്ല. കുത്തിക്കുതറിയിടാം എന്നു കരുതും മതി കേട്ടവൻ. കരിങ്കാർമീ നിറം പൂണ്ടും മുക്കറയിട്ട് മുഴക്കിയും. അതിൻ്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറഞ്ഞു. കുതറിടാം എന്നു കരുതും മതി കെട്ടവൻ. മനസ്സ് കശ്മലമായിട്ടുള്ളവൻ, മതി കെട്ടവൻ. കരിങ്കാർ മെയ് നിറം പൂണ്ടും മുക്കറയിട്ട് മുഴുക്കയും. ഈ മൂരി കൂറ്റന്മാരിടുന്നൊരു ശബ്ദമുണ്ട്. അതാണ് മുക്കറയിട്ട് മുഴക്കയും പെരും കുളമ്പാൽ ചെമ്മണ്ണുമാന്തി വെണ്ണിലുയർത്തിയും. കാലുകൊണ്ടും കൈകൊണ്ടും ഭൂമിയിൽ തല്ലി മണ്ണ് ആകാശം വരെ മുട്ടിക്കുന്ന പറഞ്ഞത്. പെരും കുളമ്പാൽ ചെമ്മണ്ണും ആന്തി വെണ്ണിലുയർത്തിയും വാൽ പൊക്കിയും കൂർത്ത കൊമ്പാൽ മതിൽ കെട്ടുകൾ തകർത്തിയും. മതിൽ കെട്ടൊക്കെ നിസ്സാരമാണ്. കരിങ്കല്ലുകൊണ്ടാണെങ്കിലും ചെങ്കല്ലുകൊണ്ടാണെങ്കിലും ഇടിച്ച് വീഴ്ത്തുകൾ. മുറ്റം മുഴുവനും മൂടൻ മൂത്രത്താൽ നുരയേറ്റിയും. മുറ്റം മുഴുവനും മൂടൻ മൂത്രത്താൽ നുരയേറ്റിയും. കൺതുറിച്ചും ചാണകം ഇട്ടെങ്ങെങ്ങും ചാടിയോടിയും. കണ്ടാൽ കയർക്കും അതിനെ പേടിച്ചോടുന്നു സർവരും. ഗർഭം ശ്രവിച്ചിടും പോലും അതൊന്നൊച്ചയെടുക്കുകയിൽ. അതെൻ്റെ മുക്കറയിട്ട ശബ്ദം പ്രഗ്നൻ്റായിട്ടുള്ള സ്ത്രീകൾ കേട്ടാൽ പ്രസവം ശ്രവിച്ചു പോവും. അത്രയും ഭയാനകമാണ്. ആ ഭയങ്കരനെ കണ്ടുവിറിച്ചു ഗോപഗോപികൾ. ആ അരിഷ്ടാസുരനെ കണ്ടിട്ട് സ്ത്രീകളും പുരുഷന്മാരും വറച്ചു. ഗോകുലം തീരെ വിട്ടോടി പശുക്കൂട്ടങ്ങളൊക്കെയും. പശുക്കൂട്ടങ്ങൾ ഗോകുലം വിട്ടോടി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇവൻ അവിടെ നിൽക്കണം. ഇനി ഇവൻ്റെ അടുത്തിട്ട് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഓടി. കൃഷ്ണ കൃഷ്ണ തുണക്കേണം ഉടനെന്നോതിയേ വരും. ഒരൊറ്റ ആളേനെ വിളിച്ചിട്ടുള്ളൂ. കൃഷ്ണ കൃഷ്ണ
തുണയ്ക്കേണം ഉടനെന്നോതിയേവരും വന്നു ഗോപാലകൃഷ്ണൻ്റെ അരികിൽ തന്നെ നിൽക്കയായി. വന്നവരൊന്നും പോണില്ല. വന്ന് ഗോപാലകൃഷ്ണൻ്റെ അരികിൽ തന്നെ നിൽക്കയായി. പേടിക്കായെന്ന് ആശ്വസിപ്പിച്ചുടൻ തന്നെ മഹാപ്രഭു വിളിച്ച് അരിഷ്ടാസുരനോടുറക്കെ ചൊല്ലി ഇങ്ങനെ. ഭയമൊന്നുമില്ല ഭഗവാന്. ഡോ എന്താ കാണിക്കണ തെമ്മാടിത്തരം, ഇവിടെ വന്നിട്ടോ അങ്ങോട്ട് കാണിച്ചു തരാം. പേടിക്കായെന്നാശ്വസിപ്പിച്ചുടൻ തന്നെ മഹാപ്രഭു വിളിച്ച് അരിഷ്ടാസുരനോടുറക്കെ ചൊല്ലി ഇങ്ങനെ. നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരുടെ ഗർവമകറ്റുവാൻ എൻ്റെ നിയോഗം നിന്നെ പോലെയുള്ള ഗർവിഷ്ഠന്മാരുടെ ഗർവ് അടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സമയമായി എവിടേക്ക് പോകാൻ, യമാലയത്തിലേക്ക് പോകാൻ നമുക്ക് സമയം അയച്ചങ്ങോട്ട് വന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ വിട്ടു ഓടിപ്പോയിക്കോളൂ. അപ്പോൾ നിന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ ഗർവമകറ്റുവാൻ തയ്യാറായി നിൽക്കയാം ഞാനെന്നോർക്കാത്ത വിടുവിഡ്ഢി നീ നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല കുട്ടപ്പാന്നാ പറഞ്ഞത്. അപ്പോൾ പാവങ്ങളാം പൈക്കളെയും ഗോപന്മാരെയും ഈ വിധം ഭയപ്പെടുത്തി നിന്നൂറ്റം നടിക്കും പടുപൊണ്ണനാം. നീ ആരാ? നീ ഒരു പൊണ്ണനാ. സ്ത്രീകളെയും പശുക്കളെയും സ്ത്രീകളെയും ഒക്കെ ഗോപന്മാരൊക്കെ പേടിപ്പെടുത്തുക എന്നല്ലാണ്ട് ഉരുശും പുളിയുള്ള എന്നെ പോലുള്ളവരെ നീ കണ്ടുണ്ടാ? എന്താ മനസ്സിലായത്? ഭയപ്പെടുത്തി നിന്നൂറ്റം നടിക്കും പെടുപൊണ്ണനാം ഭഗൻ്റെയും മറ്റും അടുത്തെത്തുവാൻ കാത്തു നിൽക്കയം. എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ ശകടാസുരൻ, പൂതന, ഭഗൻ മുതലായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്നാ പാപം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ഭഗൻ്റെയും മറ്റും അടുത്തെത്തുവാൻ കാത്തു നിൽക്കയാം എന്നോതി അവനെ കോപിപ്പിക്കുവാൻ കയ്യടിച്ചുടൻ. അല്ലേ? കയ്യടിക്കാന്ന് വാടാ, കൈ ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ അവനെ അപ്പോൾ ഭഗൻ്റെയും മറ്റും അടുത്തെത്തുവാൻ കാത്തു നിൽക്കയാം എന്നോതി അവനെ കോപിപ്പിക്കുവാൻ കയ്യടിച്ചുടൻ തോഴൻ്റെ ചുമലിൽ തൃക്കൈ വെച്ചുമില്ല ചിരിക്കവേ. തൻ്റെ സതീർത്ഥൻ്റെ തോളിൽ കൈ വെച്ചിട്ട് പുല്ലാങ്കുഴൽ ഊതല്ല, ചിരിക്ക. ചീറ്റിയും കൊണ്ടവൻ ക്രുദ്ധൻ കുളമ്പാലൂഴി മാന്തിയും. അപ്പോൾ ഈ അരിഷ്ടാസുരൻ എന്ത് ചെയ്തു? ചീറ്റിയും കൊണ്ടവൻ ക്രുദ്ധൻ, ദേഷ്യത്തോടു കൂടി കുളമ്പാലൂഴി മാന്തിയും, ഭൂമിനെ മാന്തിയും, മുഖവും കൊമ്പും മൊട്ടൊന്നു താഴ്ത്തി പെട്ടെന്നു കശ്മലൻ ചോരക്കണ്ണാൽ അച്യുതനെ തുറച്ചും കൊണ്ടു നോക്കിയും. ആ അവസ്ഥ നമ്മളൊന്ന് മനസ്സിൽ കാണണം. മുഖവും കൊമ്പും മൊട്ടൊന്നു താഴ്ത്തി പെട്ടെന്നു കശ്മലൻ ചോരക്കണ്ണാൽ അച്യുതനെ തുറച്ചും കൊണ്ടു നോക്കിയും. ഓർക്കായിക ഇന്ദ്രൻ വിട്ടുള്ളോരിടിവാളെന്ന പോലവേ. ഓർക്കായിക ഇന്ദ്രൻ വിട്ടുള്ളൊരിടിവാളെന്ന പോലവേ വാൽ പൊക്കി മുകിൽ നീക്കി എന്ന് പറഞ്ഞാൽ, മുകിലെന്ന് പറഞ്ഞെങ്കിൽ ഈ ആകാശത്തുള്ള കാർമേഘങ്ങൾ നീക്കി, മുകിൽ പറഞ്ഞെന്ന് പറയില്ല, അതന്നെ. മുകിൽ നീക്കി കൊണ്ടുകൊടുത്ത അടുത്താനമ്പുജാക്ഷനെ ഉടൻ കൊമ്പിൽ പിടിച്ചാൻ. തൻ്റെ അടുത്തേക്ക് വരണ വരവിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഉടൻ കൊമ്പിൽ പിടിച്ച് കൊമ്പിൽ പിടിച്ച് ആന മറ്റൊരാനയെന്ന പോൽ പശുപാലൻ മറിച്ചിട്ടാൻ 18 അടി ദൂരവേ. കൊമ്പ് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊരൊറ്റ ഏറ് 18 അടി ദൂരത്തേക്ക്. കണ്ടാമൃഗത്തിനെ പോലെ വലിയ ശരീരമുള്ള അരിഷ്ടാസുരൻ്റെ അവസ്ഥ. ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റു ചീറ്റും ആ ധനുജനാണോ? അല്ല, ധനുജാധമൻ, അധമനാണ്. സർവാംഗവും വിയർത്തും കൊണ്ടെത്തി വീണ്ടും എതിർത്തിടാൻ ഭൂതലം തേറ്റമേൽ വെച്ച വരാഹത്തിനിതൊക്കെയും. ഭഗവാൻ ആരാ? വിഷ്ണുവായിട്ട് ഇരിക്കുന്ന സമയത്ത്
ഭൂതലം തേറ്റമേൽ വെച്ച വരാഹത്തിന് വരാഹരൂപധാരിയായിട്ട് വരാഹത്തെ രൂപത്തെ ധരിച്ച് ഭൂമിയെ തേറ്റയിൽ വെച്ച് പൊന്തിച്ച ആൾക്ക് ഈ കാളക്കൂറ്റിനാണോ പ്രശ്നം? കേവലം കളിയാണെന്നു മഹാവിഡ്ഢിയൊരുപ്പവും അറിഞ്ഞിടാതെയാം. കേവലം കളിയാണെന്നും വേണമെന്ന് മഹാവിഡ്ഢിയൊരൽപ്പവും അറിഞ്ഞിടാതെയാം ചാടിപ്പുറപ്പെടുവതീ വിധം. ദേവർഷി വെണ്ണിൽ നിന്ന് ഈ മട്ടിൽ അലിവാർന്നുര ചെയ്യവേ. ദേവർഷി വിണ്ണിൽ നിന്ന്, ദേവർഷി സാക്ഷാൽ നാരദൻ ആകാശത്ത് നിന്ന് ഈ മട്ടിൽ അലിവാർന്നുര ചെയ്യവേ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. പിടിച്ചു നിർത്തി അതിനെ ചവിട്ടി കൂർത്ത കമ്പുകൾ പുഴക്കി അതിനാൽ തന്നെ തല്ലി വീഴ്ത്തി മഹാബലൻ. ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി. ആരുടെ? നാരദർ. അയാളുടെ കഥ കഴിക്കൂ. ഓ ശരി പറഞ്ഞു. പിടിച്ചു നിർത്തി അതിനെ ചവിട്ടി കൂർത്ത കൊമ്പുകൾ പുഴക്കി അതിനാൽ തന്നെ തല്ലി വീഴ്ത്തി മഹാബലൻ. ആര്? സാക്ഷാൽ കേശവൻ. കാലിട്ടടിച്ചു ചെഞ്ചോര വമിച്ചാനെങ്കിലും വൃഷം മോക്ഷവും കയ്യിലാർന്നേറെ മോദിച്ചാൻ അഴലറ്റവൻ. ഈ പ്രശ്നം ഏതുവരെ ഉള്ളൂ? ഈ അഹങ്കാരം നശിക്കണവരേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ ടിക്കറ്റ് ചില്ലറ കൊടുത്ത് ടിക്കറ്റ് വാങ്ങണ കൂടുതൽ. കാലിട്ടടിച്ച് ചെഞ്ചോര വമിച്ചാനെങ്കിലും വൃഷം, ആ കാള, മോക്ഷവും കയ്യിലാർന്നേറെ മോദിച്ചാൻ അഴലറ്റവൻ. ഈ മോക്ഷം കിട്ടണവരെ പ്രശ്നമുള്ളൂ. അത് കിട്ടിയാൽ എല്ലാം ആയി. അവസാനത്തെ ശ്ലോകം. അരിഷ്ടനെ കൊന്ന കുതൂഹലത്താലലിഞ്ഞ വിണ്ണോരുടെ പുഷ്പവർഷം. ദേവന്മാർ എപ്പോഴും വൃന്ദാവനത്തിലേക്ക് നോക്കി നിൽക്കുക. എപ്പോഴാണ് കൃഷ്ണൻ അത്യുഗ്രമായ ഒരു കാര്യം ചെയ്യുന്നത്? ഉടനെ പുഷ്പവൃഷ്ടിയാണ്. അരിഷ്ടനെ കൊന്ന കുതൂഹലത്താൽ അലിഞ്ഞ വിണ്ണോരുടെ പുഷ്പവർഷം അഖണ്ഡം മേറ്റ് അമ്പോട് ഗോപവാടമണഞ്ഞു ഗോപീജനഭാഗ്യപുഞ്ചം. ഗോപീജനങ്ങളുടെ ഭാഗ്യപുഞ്ചം, തേജോപുഞ്ചം, ഒരു തേജസ്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ അഷ്ടാശീതിതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 89-ാം സർഗം. ദേവർഷി വീണ്ടും മധുരയിലേക്ക്. എന്തിനാണ് അദ്ദേഹം പോണത്? കൃഷ്ണൻ ആരാന്ന് അറിയുന്നില്ലെങ്കിൽ ഞാൻ പറയാം, തൻ്റെ എല്ലാ കാലത്തെയും വൈരിയാണ് എന്നൊരൊറ്റ ഗുണ്ടടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ദേവർഷി വീണ്ടും മധുരയിലേക്ക് എന്നാണ് അഡ്രസ്സ്. 1-ാം ശ്ലോകം 89-ാം സർഗം ലീലാകാണ്ഡത്തിലെ. ശ്രീനാരദൻ ജഗത്തെങ്ങും പുകഴും ബ്രഹ്മനന്ദനൻ ഭക്തിശാസ്ത്രത്തിനുലകിൽ അടിക്കല്ലിട്ട ഭാഗ്യവാൻ. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവണത് ഇത് പഠിച്ചാൽ? ആരായി നാരദരെ? ശ്രീനാരദൻ ജഗത്തെങ്ങും പുകഴും ബ്രഹ്മനന്ദനൻ, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. ഭക്തിശാസ്ത്രത്തിനുലകിൽ അടിക്കല്ലിട്ട ഭാഗ്യവാൻ. ഭക്തിശാസ്ത്രം ഇത് ഈ പുരാണങ്ങളെ ഇതിഹാസങ്ങളെന്ന് പറഞ്ഞത് വെറും എന്താണെന്നപ്പോൾ പറയുക, തെറ്റിദ്ധാരണയോ ഒന്നുമല്ല, ശരിക്കുള്ള ധാരണയാണ്. ഭക്തി ശാസ്ത്രത്തിനുലകിൽ അടിക്കല്ലിട്ട ഭാഗ്യവാൻ. ഫൗണ്ടേഷൻ സെറിമണി അതാണ് MLA-മാർ, പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, MP-മാരൊക്കെ കടം എടുത്ത് ചെയ്യുന്നത്. വേണുഗോപാലബാലൻ്റെ ഉപാസകരിൽ ഉത്തമൻ. ആര്? ഈ നാരദരെ. വേണുഗോപാലബാലൻ്റെ ഉപാസകരിൽ ഉത്തമൻ പാർത്തട്ടിലേവനും പ്രാതസ്മരണീയ പാദാംബുജൻ. ഭക്തിയുള്ളവരൊക്കെ നാരദരേ നമ നാരദരേ നമ നാരദരേ നമ ഇപ്പോൾ നീട്ട ഉടനെ. എന്നാൽ പാർത്തട്ടിലേവനും പ്രാതസ്മരണീയ പദാംബുജൻ, രാമായണം ഭാഗവതം തുടർന്ന മധുസൂക്തികൾ. ഇതൊക്കെ ഭട്ടതിരി താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി അടിച്ച് കയറ്റിയതാ. രാമായണം ഭാഗവതം തുടർന്ന മധുസൂക്തികൾ അർഹരാം മുനിമാരൊക്കെ കൊണ്ടെഴുതിച്ച മഹാശയൻ.
ഇതൊക്കെ എഴുതിപ്പിച്ചത് ആരാന്നാ പറഞ്ഞതേ? മഹാശയനായിരിക്കുന്ന നാരദർ തന്നെ. പ്രഹ്ലാദൻ ധ്രുവൻ ഈ വണ്ണം എത്രയോ ഭക്തവര്യരെ ലോകത്തിൻ മുന്നിൽ മിന്നിച്ചു വിലസും വിശ്വഭാവനൻ. അതായത് പ്രഹ്ലാദനെ ധ്രുവനെയൊക്കെ നേരം വഴി നടത്തിച്ചതാരാ? നാരദരാ. പ്രഹ്ലാദൻ ധ്രുവൻ ഈ വണ്ണം എത്രയോ ഭക്തവര്യരെ ലോകത്തിൻ മുന്നിൽ മിന്നിച്ചു വിലസും വിശ്വഭാവനൻ. ഹിരണ്യാക്ഷൻ, ദശഗ്രീവൻ, മഹാബലി, മൃഗാസുരൻ തുടർന്നോർക്കും ഒരേപോലെ എങ്ങും ആരാധ്യനായവൻ. രാക്ഷസീർക്കും അസുരന്മാർക്കും ആരാധ്യനാണ് അദ്ദേഹം. കാരണം മോക്ഷം പ്രാപിക്കാനുള്ള എളിയ മാർഗം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. യവനൻ, പ്രൗഢകൻ, ബാണൻ, നരകൻ, മൃഗൻ, ഈ വിധം ഭക്തർതൻ വകഭേദങ്ങൾ എത്രയും കണ്ടറിഞ്ഞവൻ. ഈ പറഞ്ഞവരൊക്കെ വ്യത്യസ്ത മാനദണ്ഡങ്ങളുള്ളവരാണ്. പക്ഷെ ഭക്തിമാർഗത്തിൽ എല്ലാവർക്കും മോക്ഷം വാങ്ങിക്കൊടുത്തു. എന്നിട്ടോ 7, 8 അതിഗംഭീരം പ്രസ്താവനകളാണ്. ചേതസ്സിൻ ചെരിവും ചേലും വളവും ചുളിവെന്നിവ ഓർത്തറിഞ്ഞു ചികിത്സിച്ചു പാകം പോലാവതും ക്ഷണം. ചേതസ്സിൻ ചെരിവും, ചേതസ് എന്ന് പറഞ്ഞാൽ ജീവന്മാരെന്നർത്ഥം. ജീവന്മാരുടെ ചെരിവും ചേലും വളവും ചുളിവെന്നിവ ഓർത്തറിഞ്ഞു ചികിത്സിച്ചു പാകം പോലാവതും ക്ഷണം. അതാതാൾക്കേറെ യോജിച്ച വഴിക്കോരോരോ ജീവനെ അംബുജാക്ഷനിലേക്ക് അമ്പാർന്ന് അയപ്പാൻ വെമ്പി നിൽപ്പവൻ. മൂപ്പരുടെ അടുത്താണ് ഈ ഫ്രീ പാസ് ഉള്ളത്. ആരുടെ അടുത്ത്? നാരദരുടെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ചിലവർക്ക് റെഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ സമയമായിട്ടില്ല, പോവാറായിട്ടില്ല. എവിടേക്ക്? ഭഗവാനിൽ നിന്ന് മോക്ഷം വാങ്ങാറായിട്ടില്ല എന്നർത്ഥം. പിന്നെ യെല്ലോ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ. പിന്നെ ഗ്രീൻ, റെഡി, സമയമായിരുന്നു. പോയി ഹെഡ് ചെയ്യടോ, എൻ്റെ ശത്രുവാണോ എന്ന് പറഞ്ഞു കൊടുക്കും. പോയി മുട്ടും, ഡീം, സുദർശനം കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ അതാതാൾക്ക് ഏറെ യോജിച്ച വഴിക്ക് ഓരോരോ ജീവനെ അംബുജാക്ഷനിലേക്ക് അമ്പാർന്നയപ്പാൻ വെമ്പി നിൽപ്പവൻ. എന്താ പദങ്ങളെ വിന്യസിച്ച രീതി ഉണ്ടാവും. അരിഷ്ടനാശം കണ്ടോർത്താനുടൻ കാരുണ്യവാരിധി കംസൻ മോക്ഷമണഞ്ഞിടാൻ ഇനി വൈകരുതൽപ്പവും. ഇതാര് കണ്ടു? നാരദർ കണ്ടു. അരിഷ്ടനേമി വധിക്കപ്പെട്ടു, മോക്ഷം കിട്ടി. ഇനി കംസന് മോക്ഷം കിട്ടേണ്ട സമയമായി. അതുകൊണ്ട് കംസൻ ഇനി അതിനെന്താ ചെയ്യട്ടെ, ഞാനിപ്പം തന്നെ കംസസന്നിധിയിലെത്തി വേണ്ടത് പറഞ്ഞു പിടിപ്പിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അരിഷ്ടനാശം കണ്ടോർത്താനുടൻ കാരുണ്യവാരിധി കംസൻ മോക്ഷം മണിഞ്ഞിടാൻ ഇനി വൈകരുതൽപ്പവും. പന്തീരാണ്ടുകളായുള്ളിലെപ്പോഴും ഭയവായ്പിനാൽ ഭജിപ്പൂ ഭഗവാനെത്താൻ അത്തരം ഭാഗ്യനാമവൻ. അതായത് ഭഗവാൻ അവതാരം എടുക്കാൻ പോണു എന്നറിഞ്ഞ സമയം മുതൽക്ക് ഭഗവാനോട് ഈർഷ തോന്നിയതാണ്. എപ്പോൾ ഒരിക്കൽ തൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ്, അതായത് പിന്നെ ദേവകീ ദേവീനെ വിവാഹം കഴിച്ച് വസുദേവരുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോഴാണ് ഒരു അശരീരി കേട്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഇവരേനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൃഷ്ണഭക്തി എന്തിനെ? മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അരിഷ്ടനാശം കണ്ടോർത്താനുടൻ കാരുണ്യവാരിധി കംസൻ മോക്ഷമണഞ്ഞിടാൻ ഇനി വൈകുരുത് അല്പവും. പന്തീരാണ്ടുകളായുള്ളിലെപ്പോഴും ഭയവായ്പിനാൽ ഭജിപ്പൂ ഭഗവാനെത്താൻ അത്തരം ഭാഗ്യവാനവൻ. പെട്ടെന്നു കംസനെ ചെന്നു കണ്ടോതി മുനി നിർഭയം. ഭയമില്ലാതെ കണ്ടോതി മുനി നിർഭയം. എല്ലാറ്റിനും മറുമരുന്നറിയും വേദദർശനം. എല്ലാറ്റിനും മറുമരുന്ന് അറിയും വേദദർശനം എന്നാ. ദേവദർശനൻ രണ്ടും ശരി തന്നെയാണ് കേട്ടോ. പലയിടവും ഞാൻ അന്വേഷിച്ചറിഞ്ഞേൻ ചില സംഭവം കേൾക്കൂ പെട്ടെന്നു കോപിച്ചിടരുതേതും മഹാമതേ. നാരദർ കംസനോട് പറയുകയാണേ, പലയിടവും ഞാൻ അന്വേഷിച്ചു. ആരെ? എൻ്റെ ശത്രുവിനെ
നിനക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടുകിട്ടി. പലയിടവും ഞാൻ അന്വേഷിച്ചറിഞ്ഞേൻ, ചില സംഭവം കേൾക്കൂ പെട്ടെന്നു കോപിച്ചൊടുതേതും മഹാമതേ കളവങ്ങയോടോതിയില്ല. അതാണ് സത്യസന്ധത. കളവല്ല ഞാൻ അങ്ങയോട് പറയുന്നത്. ദേവന്മാരന്നു വാസ്തവം ഒരാളും അറിയാതെ അർദ്ധരാത്രിയിൽ തന്നെ കുഞ്ഞിനെ, അതായത് നീയെ ജയിലിൽ അടച്ചിട്ടുള്ള ദേവകി ദേവി പ്രസവിച്ചു എന്നുള്ള സത്യമാണ്. ആൺകുട്ടീനെ ദേവതകൾ മാറ്റിയെന്നാണ് പറഞ്ഞത്. വാസുദേവർ മാറ്റിയെന്നല്ല. കളവങ്ങയോടോതിയില ദേവന്മാരെന്നു വാസ്തവം ഒരാളും അറിയാതെ അർദ്ധരാത്രിയിൽ തന്നെ കുഞ്ഞിനെ നന്ദാലയത്തിലേൽപ്പിച്ചു. നന്ദഗോപരുടെ ആലയത്തിൽ ഏൽപ്പിച്ചു. യശോദാത്മജയെ സ്വയം കൈകൊണ്ട് അങ്ങോട്ടും അപ്പോൾ താൻ മടങ്ങി ശൂരനന്ദനൻ. ആരെ? വസുദേവരെ. നാം ഈ വാസ്തവം ഇന്നോളം അറിയാത്തതു കഷ്ടമായി. പൊടി എന്താണെന്നാ പറയാ, പൊങ്ങ് പോലെ എന്താണെന്നാ പറയാ, ഇത്ര വലിയൊരു മധുരമുള്ള നോള ജീവിതത്തിൽ നാരദർ പറഞ്ഞിട്ടില്ല. നാം ഈ വാസ്തവം ഇന്നോളം അറിയാത്തതു കഷ്ടമായി, അങ്ങോട്ടു നാം അയച്ചോരയൊക്കെയും രാമകൃഷ്ണരാം. അതായത് ഇദ്ദേഹം പറയാം, നമ്മൾ കുറേ ആൾക്കാരെ ഇങ്ങോട്ട് അയച്ചു, അവരൊന്നും ഇങ്ങോട്ട് മടങ്ങിയില്ല. കാരണം അവനാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടേ എന്താ വെച്ചാൽ രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് വിളിച്ച് അവരെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും കാലം കഴിപ്പിക്കുക. ഇത് പറയാം, തനിക്ക് ഞാൻ ഫ്രീ പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതിൽ ചാപ്പടിക്കുക വേണ്ടൂ എന്നാണ് പറഞ്ഞതേ. നാം ഈ വാസ്തവം ഇന്നോളം അറിയാത്തത് കഷ്ടമായി, അങ്ങോട്ടു നാം അയച്ചോരയൊക്കെയും രാമകൃഷ്ണരാം കൊന്നത്. ഈ വൃഷദൈത്യൻ്റെ വധം നേരിട്ടു കണ്ടു ഞാൻ. അരിഷ്ടൻ്റെ വധം ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് വരണമെന്നാണ് പറഞ്ഞത്. ദേവലോകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. കൊന്നത് ഈ വൃഷദൈത്യൻ്റെ വധം നേരിട്ടു കണ്ടു ഞാൻ. ദേവർഷിയുടെ വാക്യം കേട്ടോതിനാൻ കലി പൂണ്ടവൻ. ആരെ? കംസൻ. എന്നോട് ഈ മട്ടു നേരിട്ടു കളവോതിയ മൂർഖനെ വെച്ചേക്കില്ല ഇനി ഞാൻ വാളിനിരയാക്കിയിടും ഈ ക്ഷണം. എന്നോട് ഈ മട്ട നേരിട്ട് കളവോതിയ നുണ പറഞ്ഞ മൂർഖനെ വെച്ചേക്കില്ല ഇനി ഞാൻ വാളിനിരയാക്കിയിടും ഈ ക്ഷണം. എന്നോതിയുടൻ ഉടവാളൂരിയുടൻ കംസനിറങ്ങവേ കൈ പിടിച്ചോതിനാൻ മെല്ലെ ചിരിച്ച് വാഗ്മിയാം മുനി. വളരെയധികം മധുരമായി സംസാരിക്കാൻ അറിയുന്ന ആളാണ് ആര്? നാരദർ. കൈ പിടിച്ചു, നിൽക്കടോ അവിടെ, എനിക്കൊരു കാര്യം പറയേണ്ടത് എൻ്റെ അടുത്ത്. പെട്ടെന്ന് കോപിക്കരുതെന്ന് ആദ്യമേ ചൊല്ലിയില്ലയോ? 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞേ, പലയിടവും ഞാൻ അന്വേഷിച്ചറിഞ്ഞേൻ, ചില സംഭവം കേൾക്കൂ പെട്ടെന്ന് കോപിച്ചിടരുതേതും മഹാമതേ എന്ന് പറഞ്ഞില്ലേ. അതാണ് ഈ 19ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. പെട്ടെന്ന് കോപിക്കരുതെന്ന് ആദ്യമേ ചൊല്ലിയില്ലയോ? വസുദേവനെ ഈ വണ്ണം ഓർക്കാതെ അങ്ങ് വധിക്കുകിൽ. വസുദേവനെ ഇപ്പം അങ്ങ് വധിച്ചു വിചാരിക്കുക. അത് വിചാരിച്ചിട്ട് ഈ ശത്രു തന്നെ കൊല്ലാതെ ഇരിക്കുമോ? എന്ത് വിഡിതര താൻ കാണിക്കുന്നത്? വസുദേവനെ ഈ വണ്ണം ഓർക്കാതങ്ങ് വധിക്കുകിൽ. കംസൻ തന്നെ പുറപ്പെട്ടു നേരിട്ട് അച്ഛനെ ആവിധം കൊന്നൊന്നു കേട്ടാൽ ഉടനെ കിടാങ്ങൾ മതിശാലികൾ. എന്നാൽ പിന്നെ തൻ്റെ സംശയം പോക്കാം. അച്ഛനെ കൊന്നു കേട്ടാൽ ഓടിയെത്തവർ. അതിനേക്കാൾ നല്ലത് സൂത്രത്തിൽ അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുക. എന്നിട്ട് ഈ പഴത്തിൽ സൂചി കയറ്റുന്ന കൂടുതൽ അവരെ അങ്ങോട്ട് കൊന്നു തള്ളുക. പിന്നെ തനിക്ക് എന്ത് വേണമെങ്കിലും ആവാതാ. കംസൻ തന്നെ പുറപ്പെട്ടു നേരിട്ട് അച്ഛനെ ആവിധം കൊന്നെന്നു കേട്ടാൽ ഉടനെ കിടാങ്ങൾ മതിശാലികൾ, വിദ്വാൻമാരെ പേടിച്ചു പിന്നീട് അങ്ങോട്ട് വരില്ലെന്നത് തീർച്ചയാം. എന്നല്ല ചാടിപ്പോയേക്കും എങ്ങാണ്ടെന്നും ഓർക്കണം. അവർ ചിലപ്പോൾ വഴിവിട്ടു എന്ന് വരും. പിന്നെ തനിക്ക് അവരുടെ പൊടി കൂടി കിട്ടില്ല. താൻ ഉറങ്ങുമ്പോൾ ഒന്ന് കഴുത്ത് പിടിച്ച് പോക്കുക തന്നെ. എന്നല്ല ചാടിപ്പോയേക്കും എങ്ങാണ്ടെന്നതും ഓർക്കണം. പെട്ടെന്നുണ്ടാവതാം ക്ഷോഭം അകറ്റും ബുദ്ധിയേവനും. ഇതൊക്കെ ഗുണപാഠങ്ങളാണ്, നമുക്കുള്ള ഉപദേശങ്ങളാണ്. പെട്ടെന്നുണ്ടാവതാം ക്ഷോഭം അകറ്റും ബുദ്ധിയേവനും. ക്ഷോഭത്തെ മാറ്റാൻ ആർക്കേ സാധിക്കുള്ളൂ? ബുദ്ധിക്ക്. മറ്റൊരാളുടെ ബുദ്ധിക്ക് പറ്റില്ല, അവരവരുടെ ബുദ്ധിക്ക്.
അതാൾക്കും വരും തെറ്റെന്തതു കാൺമീലൊരുത്തനും. അവരവർക്ക് തെറ്റ് സംഭവിക്കുന്നതായിട്ട് ആരും മനസ്സിലാക്കണില്ല. ഇപ്പം തൻ്റെ സ്ഥിതി പതാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അയാളോതി അതിനർത്ഥം ഭയം മറ്റ കിടാവിനെ തരില്ലെന്നാണ് നാം അത്രയോർത്തിയില്ല. അന്ന് ആയതിൻ പൊരുൾ, എനിക്ക് അന്ന് എന്താ സംഭവിച്ചത് അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല എന്നാണ്. അയാളോതി അതിനർത്ഥം ഭയമറ്റ കിടാവിനെ തരില്ലെന്നാണ് നാം അത്രയോർത്തിയില്ല. അന്ന് ആയതിൻ പൊരുൾ ഇനി ചെയ്യേണ്ടതെന്താണെന്നോർത്ത് ചെയ്യാവൂ സർവവും. ഇനി ചെയ്യേണ്ടത് ആലോചിച്ച് ചെയ്യണം. താൻ ഇങ്ങനെ ബുദ്ധിലാണെന്നും കാണിക്കരുത്. ചങ്ങലക്കിടണം തീർച്ച ദേവകീ വസുദേവരേ. ഒരു കാര്യം ചെയ്യാം, ചങ്ങലക്കിട. ഇനി ചെയ്യേണ്ടതെന്താണെന്നോർത്ത് ചെയ്യാവൂ സർവവും. ചങ്ങലക്കിടണം തീർച്ച ദേവകീ വസുദേവരെ. എന്തെങ്കിലും ഉപായത്താൽ ഇങ്ങോട്ടു രാമകൃഷ്ണരെ വരുത്തേണം. ഭക്തിയുള്ള വല്ലോരെയും അയക്കണം. എന്തിനാ ഈ ഭയങ്കര തമാശരുതേ. എന്തെങ്കിലും ഉപായത്താൽ ഇങ്ങോട്ടു രാമകൃഷ്ണരെ വരുത്തേണം. ഭക്തിയുള്ള വല്ലോരെയും അയക്കണം. എന്തിനാ? അവർക്ക് പക്രൂരനാണ് അവിടെ ഭക്തിയുള്ള ആൾ. അയാളെ അയച്ചാൽ അയാൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭഗവാൻ ദർശനം കൊടുക്കും. വൈകുണ്ഠ സ്വരൂപം കാണിച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് പതല്ലേ ചെയ്യിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഈ നാരദരുടെ ആത്മകഥം. കാപട്യത്തിൻ ഫലം നേരിൽ കാണണം. വസുദേവനും അറിയാകാരും ഇക്കാര്യം ഗൂഢമായി തന്നെ വെക്കണം. വസുദേവരെ ദേവി എടുത്ത് ജയിലിലിടുക, ചങ്ങലക്കിടുക. അവരൊരു പാഠം പഠിക്കണം. തന്നോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കട്ടവർ. അപ്പോൾ കാപട്യത്തിൻ ഫലം നേരിൽ കാണണം. വസുദേവനും അറിയാകാരും ഇക്കാര്യം ഗൂഢമായി തന്നെ വെക്കണം. കൊട്ടിഘോഷിച്ചിടായകയെങ്ങും രാജതന്ത്രങ്ങളേവനും കാര്യം പരസ്യം കൊണ്ടല്ല ഫലം കൊണ്ടറിയണം. അപ്പോൾ ഞാൻ നമസ്കാരം ഫലം കൊണ്ടറിയണം. TKB എന്നാണ് എഴുതിയിട്ടുള്ളത്. അതെനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ TKB ഞാനൊരു കുറുക്ക് വഴി എന്തോ നമസ്കാരം ആർക്ക് മനസ്സിലായില്ല, ഓർമ്മ വരുന്നില്ല. എന്തോ അന്ന് ഫലം കൊണ്ടറിയണം. കാര്യം പരസ്യം കൊണ്ടല്ല ഫലം കൊണ്ടറിയണം. TKB ഒന്നുമില്ല അവിടെ. വ്രജത്തിൽ ചെന്നുടൻ ഞാനും ആവും പോലൊക്കെ നോക്കിടാം ഈ വണ്ണം കംസനോടോതി മഹാത്മാവെഴുന്നുള്ളവേ. വേണ്ടത്ര ചാവി കൊടുത്തതിന് ശേഷം ഇദ്ദേഹം എന്ത് പറഞ്ഞു? വ്രജത്തിൽ ചെന്നുടൻ ഞാനും ആവും പോലൊക്കെ നോക്കിടാം. അവരുടെ മനോഗതി എന്താ ഞാൻ മനസ്സിലാക്കിക്കോളാം. അപ്പോഴേക്കും ഞാൻ ഒരാളുകൂടെ അയക്കും അവരെ കൂടെ കൊണ്ടുവരാൻ. ഈ വണ്ണം കംസനോടോതി മഹാത്മാവെഴുന്നുള്ളവേ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.